ഹായ് അമ്മു. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും കേട്ടോ. എന്താ അമ്മ ചോദിക്കാത്തത്? ഇടയ്ക്ക് ഹായ് അമ്മ പറയും, ഇടയ്ക്ക് ഹായ് അമ്മുക്കുട്ടി പറയും, ഇടയ്ക്ക് അമ്മു പറയും, ഇടയ്ക്ക് അമ്മു. കേട്ട് കേട്ട് ശീലായി. ഒരു പ്രശ്നമില്ല അല്ലേ? പ്രതികരിക്കുകയില്ല. അതാണ് ഇപ്പം നമ്മുടെ ഒരു പുതിയ തത്വം. എന്ത് പറയും? ഞാൻ ഒന്നിനും പ്രതികരിക്കില്ല. എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. അമ്മ പ്രതികരിക്കാണ്ടിരിക്കും കേട്ടോ. നല്ല സ്വഭാവം കേട്ടോ, നല്ല കുട്ടി, ചിങ്കിരി കുട്ടി, അങ്ങനെ തന്നെ ഇരിക്കട്ടെ കുട്ടി. ഇപ്പൊ അമ്മ പറയും ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഒരു ചിക്കൻ ഫ്രൈ ആണ്. ഇവൻ അതില്ലാണ്ട് ആവണില്ല. അപ്പൊ അത് ഉണ്ടാക്കാന്ന് വെച്ചു. അപ്പൊ ഞാൻ ചിക്കനില് മഞ്ഞള്, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഉപ്പ് എല്ലാം തിരുമ്പി വെച്ചിട്ടുള്ളത്. അതെന്തിനാന്നറിയാമ്മ? തിരുമ്മി വെച്ചിട്ടുള്ളത്. മധുരിക്കാൻ തുടങ്ങിയമ്മ വായൊക്കെ. അപ്പൊ ഇതൊരു അരമണിക്കൂർ ഞാൻ വെച്ചതാണ്. പിന്നെ അതിന് വേണ്ട സാധനങ്ങൾ പറയാം. അതിനിപ്പോ എന്താ സാധനം? സവോള, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, കറിവേപ്പില, പിന്നെ കുറച്ച് നാരങ്ങ വെള്ളം, നാരങ്ങ നീര് രണ്ടും ഒന്നെ. കുറച്ച് കുരുമുളക് പൊടി, അല്ല ഗരം മസാല എല്ലാം ഉണ്ട്. കുരുമുളക് പൊടി എല്ലാം കൂടി. അപ്പൊ ഇനിയെന്താ? അപ്പൊ നമുക്കിനി എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ സ്റ്റൗ കത്തിച്ച് ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ടാകും. അതിൽ എണ്ണ ഒഴിച്ചു. അതിനൊത്തിരി എണ്ണ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ അതങ്ങ് കൊടുക്കുക. എണ്ണ ഒഴിച്ചു. ഇനി എണ്ണ ഒന്ന് നല്ലോണം ചൂടാവും. ചട്ടി ആയത് ഒരു 2 മിനിറ്റൊക്കെ പിടിക്കും. അമ്മ കംപ്ലൈന്റ് പറയുന്നുണ്ട്. അമ്മ ഇത് ചെയ്തും കൊണ്ട് എടുക്കുന്നതിന്റെ ഇടയ്ക്ക് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്. അത് ആരോ പറഞ്ഞു. ആരോ? ശരി ചേച്ചി, മോനിങ്ങനെ ഇടയ്ക്ക് കയറി പറഞ്ഞിട്ടേ ഞങ്ങൾക്ക് കുക്കിങ്ങിന്റെ ഒന്നും മനസ്സിലാവില്ല ചിലതൊക്കെ. അപ്പൊ അമ്മ എന്നെ പറയണം എപ്പോഴാണ് ചോദിക്കേണ്ടത്, അപ്പോഴേ ഞാൻ ചോദിക്കുന്നുള്ളൂ. ഇനി വെറുതെ എന്നെ ദോഷം പറയരുത്, മനസ്സിലായില്ലേ? മെയിനായിട്ട് അമ്മ എന്നെ പറയുള്ളൂ. അത് ഇത്രയും വലിയ കുറ്റമൊക്കെ എൻ്റെ. ഞാനോ ഒരാളോ പറഞ്ഞിട്ടുണ്ട്, അത്രയുള്ളൂ. എല്ലാവരും പറഞ്ഞിട്ടില്ല. അത് ഞാൻ നിന്നോട് പറഞ്ഞു. അപ്പൊ എണ്ണേനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക. എണ്ണേനെ നോക്കിക്കൊണ്ടിരിക്കല്ല. അപ്പൊ നീ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. അതന്നെ ഞാൻ പറഞ്ഞത്. അപ്പൊ എപ്പോഴാണ് ഇടുന്ന സമയത്ത് ഞാൻ പറയാം. അപ്പൊ നീ ഇടയിൽ പറയാണ്ടിരുന്നാ മതി. ഇടുന്ന സമയത്ത് പറഞ്ഞ അമ്മ എന്താ മുട്ടയിടാൻ പോവാണ്? ആവശ്യത്തെ കാര്യങ്ങൾ എപ്പോ നോക്കിയാലും ഇതിനെ പറയുന്നത്. എടാ, അമ്മ ഇട്ട 2 മുട്ടയുണ്ട്. അത് ഒരു മുട്ട എവിടെയുണ്ട്, ഇഞ്ചിന്റെ മുട്ട ദുബായിലും ഉണ്ട്. ഇതിനെക്കാളും കൂടുതലൊന്നും അമ്മ മുട്ട ഇട്ടിട്ടില്ല, മനസ്സിലായില്ലേ? അങ്ങനെ ഒരു ഉദാഹരണത്തിന് നമുക്ക് പറയാം. അപ്പൊ എന്താ ഈ മുട്ട അത്ര പൊട്ട കാര്യമ്മ? എന്നിട്ടാണ് ഓരോ മുട്ട കഴിക്കും ആരോഗ്യം നന്നാക്കും എന്ന് പറയണത് അമ്മ. നല്ലതിനൊന്നും അമ്മ ചോദിക്കട്ടെ. ഞെട്ടരുതിട്ടോ എന്താ അങ്ങനെ ചോദിക്കണേ പറഞ്ഞിട്ട്. എന്നാ ഞാൻ അത് ശരി. ഒരു ഭാഷ നമുക്ക് എന്തിനേലും തൊടുമ്പോൾ ചെറിയൊരു സ്പാർക്ക് അടിച്ചു പോകുന്നത് വീണ്ടും വീണ്ടും അതന്നെ തൊട്ടുകൊണ്ടിരുന്നത് നമുക്കത് ശീലമായി പോകും പറയും പോലെ. എന്നാലേ അമ്മ ഇപ്പോ ആൾക്കാർ പറയുമല്ലോ, പൊതുവേ പൊതുജനങ്ങൾ, പൊതുവായിട്ടുള്ള എന്നെ പോലെയുള്ള മനുഷ്യന്മാരൊക്കെ വീണ്ടും അല്ല എങ്ങനെയാ നല്ല മനുഷ്യന്മാരൊക്കെ പറയുമല്ലോ. അല്ല എന്നെ പോലെ നല്ലതല്ല, നല്ലവരായ ജനങ്ങളൊക്കെ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. എല്ലാവരും പറയും സ്നേഹമുണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. പിന്നെ ചോദ്യം മനസ്സിലായില്ല എന്ന് പറയാൻ പാടില്ല. അപ്പൊ സ്നേഹമുണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. ഒരു തരി സ്നേഹം പോലും ഇല്ല, ഒരു തുള്ളി സ്നേഹം പോലും ഇല്ല എന്നൊക്കെ പറയുമല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഈ സ്നേഹം എന്ന് പറഞ്ഞ് വീട്ടിൽ വെച്ചിട്ടുള്ള വല്ല അരിയോ സാധനങ്ങളാണോ കഴിഞ്ഞു പോകാൻ? നമ്പർ 1 ആദ്യത്തെ ചോദ്യം. രണ്ടാമത്, സ്നേഹം വല്ല കുളോ കിണറോ ആണോ പറ്റിപ്പോവാൻ? ഈ സ്നേഹം ഉണ്ടായിരുന്നു ഇല്ല, സ്നേഹം ഉണ്ടായിരുന്നു ഇല്ല എന്ന് പറഞ്ഞാൽ സ്നേഹം എന്താ വീട്ടിലേക്ക് വന്ന വിരുന്നുകാരാണ് വന്നത് അപ്പൊ തന്നെ തിരിച്ചു പോവാൻ? അപ്പൊ എന്താണ് അമ്മ ഈ സ്നേഹം? ഇത് അറിയാണ്ടാണോ പറയുന്നത്, അറിഞ്ഞിട്ടാണോ പറയുന്നത്? ഞാൻ പറയട്ടെ, സ്നേഹം ഉണ്ടായിരുന്നു, ഇപ്പൊ സ്നേഹമില്ല. ഞാൻ ചോദിക്കണ ചോദ്യം ശരിക്കും മനസ്സിലാക്കണം. സ്നേഹം ഉണ്ടായിരുന്നു, ഇപ്പൊ സ്നേഹമില്ല. അതന്നെ വിരുന്നുകാർ വന്നു, അവരിപ്പോൾ പോയി എന്ന് പറയും പോലെ ഈ സ്നേഹം എന്ന് പറയുന്ന മനസ്സ് വീട്ടിലേക്ക് വരുന്ന വിരുന്നുകാർ പോലെയാണ്. വന്നപ്പോൾ മാത്രം നന്നായിട്ട് നോക്കിയിട്ട് പിന്നെ അങ്ങോട്ട് മറക്കാൻ എന്താ? എന്താ ഞാൻ ചോദ്യമല്ല ചോദിച്ചത്, ഈ ചിന്തയാണ്. സ്നേഹം ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല, ഇത് ശരിയാണോ? അങ്ങനെ അപ്പൊ ഞാൻ തന്നെ അതിനൊരു ഉത്തരം പറഞ്ഞു. സ്നേഹം എന്താ കുളമാണോ കിണറാണോ പുഴയാണോ വേനൽക്കാലത്തൊക്കെ പറ്റിപ്പോവാൻ? അല്ലല്ലോ. സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ അവിടെ തന്നെ ഉണ്ടാവില്ലേ? അതെങ്ങനെ ഇപ്പൊ ഇല്ലാണ്ടായി? അപ്പോൾ സ്നേഹം ഉണ്ടായിരുന്ന ഇല്ലാണ്ടാവോ? ഇല്ലാണ്ടായ സ്നേഹം ഉണ്ടാക്കാൻ പറ്റുമോ? ഒരിക്കൽ സ്നേഹം ഒരിക്കൽ നമ്മുടെ ഹൃദയത്തിൽ എവിടെയെങ്കിലും നമ്മുടെ സ്നേഹം ഒരാളിനെ പറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ഒരു കാലഘട്ടം കഴിഞ്ഞ് ഇല്ലാണ്ടാവുമെന്നാണ് എൻ്റെ ചോദ്യം. മനസ്സിലായില്ലേ? ചോദ്യം മനസ്സിലായില്ല, അതുകൊണ്ട് ചോദ്യകർത്താവിനെ കുറ്റം പറയരുത്. എന്താ അറിയോ,
സ്നേഹം ഉണ്ടായി ഇപ്പൊ ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല. കാരണം സ്നേഹം ഉണ്ടെങ്കിൽ അത് എവിടെയും പോവില്ല. ആത്മാർത്ഥമായിട്ട് നമ്മൾ ഒരാളെ സ്നേഹിച്ചു എന്ന് വെച്ചോ, അവർക്ക് നമ്മളോടും അതേപോലെയുള്ള സ്നേഹം കൂടി തിരിച്ചു കൊണ്ടുവന്ന് വിചാരിച്ചോ, ആ സ്നേഹം ഒരിക്കലും എവിടെയും പോവില്ല. മനസ്സിലായോ? മനസ്സിലായില്ല, പറഞ്ഞല്ലേ മനസ്സിലാവുള്ളൂ. ഇപ്പൊ ഇഞ്ചിയും കൂടി എടുത്തിട്ട് ഞാൻ മനസ്സിലാക്കി തരാം. അപ്പൊ ഇത് ഇഞ്ചി അമ്മ ഈ മനസ്സിലാക്കി തരാന്ന് പറയുമ്പോ ഭീഷണിപ്പെടുത്തും പോലെ ഉണ്ടല്ലോ. അമ്മ പേടിപ്പിക്കണ്ട, പറഞ്ഞാ മതി. പേടിപ്പിക്കണമൊന്നുമില്ല. എന്നിട്ട് ഞാൻ മനസ്സിലാക്കി തരാന്നൊക്കെ പറയുമ്പോ അപ്പൊ എന്താ അറിയോ, ഈ സ്നേഹം എന്ന് പറയുന്നത് നമ്മള് പരസ്പരം സ്നേഹം എന്ന് പറയണതല്ല, സ്നേഹം. സ്നേഹം അത് ഏത് സ്നേഹവും നീ വിചാരിക്കുന്ന ആ ലവ് അല്ല കേട്ടോ. അയ്യ, ഞാൻ അങ്ങനെയൊന്നും വിചാരിക്കാറില്ല. ഞാനൊരു പറഞ്ഞാൽ അതിന് പലതരം ഉണ്ട്. അച്ഛൻ, അമ്മ, സഹോദരൻ, അങ്ങനെയൊക്കെ ഉണ്ട്. അമ്മ, ഞാനൊരു വൈരാഗ്യാണ്, ഒരു മുനിവര്യനാണ് എന്റെ സ്നേഹം. സ്നേഹം എന്ന് പറയുമ്പോഴേ അല്ല വിചാരിച്ചൊരു സ്നേഹം ഉണ്ടല്ലോ, ആ സ്നേഹത്തെ അമ്മ ഒരു മുനിവര്യനോട് ചോദിക്കേണ്ട ചോദ്യങ്ങളല്ല അമ്മ ചോദിക്കുന്നത് കേട്ടോ. ഒരു സാധുവോടൊന്നും ഇങ്ങനത്തെ ചോദിക്കരുത് കേട്ടോ. അങ്ങനെയുള്ള സ്നേഹം ഉണ്ടാകും. ഞാൻ അദ്വൈതത്തിന്റെ വഴി തേടിക്കൊണ്ടിരിക്കുക. എന്നോട് വെറുതെ ആവശ്യമില്ലാത്ത പറയരുത്. നീ തന്നെ തേടണടാ മകനെ. എന്നിട്ട് വേണം അവിടെ വല്ല ജ്ഞാനത്തിനിരിക്കുന്ന ആൾക്കാരൊക്കെ ഒളിച്ചോടി പോവാ നിന്നെ കണ്ടെത്ത്. ഇങ്ങനെയല്ല അമ്മ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ പറയും. അപ്പൊ ഈ സ്നേഹം ഏത് സ്നേഹം? നമുക്ക് ഒരാളോട് സ്നേഹം, അവർക്ക് നമ്മളോട് സ്നേഹം, ആത്മാർത്ഥത ഉള്ളതാണ്. മനസ്സിന്റെ ആഴത്തിൽ നിന്ന് വന്നൊരു സ്നേഹമാണെങ്കിൽ ഒരിക്കലും അത് അങ്ങോട്ട് കൂടെ പോവില്ല. ആ സ്നേഹം നമ്മളെ വിട്ടു പോവുകയില്ല. ഇതിപ്പോ 2 വർഷമായി പറഞ്ഞു, എന്തുകൊണ്ട് പോകില്ല? അതാണ് എന്റെ ചോദ്യം. പോവില്ല എന്ന് പറഞ്ഞാൽ ആ സ്നേഹം സത്യമല്ലാത്തതുകൊണ്ട് അത് പോവുക. മനസ്സിലായോ? ഇപ്പൊ ഞാൻ സ്നേഹിച്ചു, എന്റെ മനസ്സിൽ കപട ഉണ്ടെങ്കിൽ എന്റെ സ്നേഹം ശരിയല്ല. അപ്പൊ ഞാൻ പിന്നാക്കം വരും, പോവും. അപ്പൊ അത് എന്റെ സ്നേഹം അല്ല എന്ന് വിചാരിക്കാം. അതേപോലെ ഞാൻ മറ്റൊരാളെ സ്നേഹിച്ചു, അവരെ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിച്ചു. എന്നിട്ട് പറയും. അപ്പൊ ഈ ചിക്കൻ എല്ലാം പൊടിച്ചു വെച്ചതാണ്. അത് ഇതിൽ ഇട്ട് വെച്ചിട്ട് ഇത് ഇളക്കി ഇളക്കിയിട്ട് നമുക്കിത് നടക്കും. എനിക്കിപ്പോ സത്യം പറഞ്ഞാൽ ഫ്രഞ്ച് സിനിമ കണ്ട പോലെ എനിക്കൊന്നും മനസ്സിലായില്ല. സ്നേഹം പിന്നെ അമ്മ പിന്നാക്കം പോയി. അല്ല, ഇപ്പൊ ഒരാളെ നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു, അവരുടെ സ്നേഹം നടന്നു പോയി പറയുമ്പോ പലരും പറയും, എന്തറിയോ, അയ്യോ ഞാൻ അവരെ എന്തുമാത്രം സ്നേഹിച്ചു. അങ്ങനെ പറഞ്ഞു തരുമോ? അല്ലാണ്ട് എനിക്കങ്ങനെ മനസ്സിലാവാം. എന്തുമാത്രം സ്നേഹിച്ചു, അവരുടെ സ്നേഹം അങ്ങനെ അവരെന്നെ അങ്ങനെ മറന്നു പോയല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മള് വിഷമിക്കും. പക്ഷെ അവരുടെ ആ സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ അവര് വിട്ടു പോവോ നമ്മളെ? അതെങ്ങനെ പോകാൻ പറ്റും? മനസ്സിന്റെ ഉള്ളിൽ ഉറച്ചു പോയൊരു സ്നേഹം അതൊരിക്കലും എങ്ങനെയാണെങ്കിലും വിട്ടുപോകാൻ സാധ്യതയില്ല. ചിലപ്പോൾ പിണക്കങ്ങൾ ഉണ്ടാവാൻ അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരിക്കലും മിണ്ടാണ്ട് നടക്കാം, പിണക്കം ഉണ്ടാവാം, ചിലപ്പോൾ കണ്ടാലും മിണ്ടാണ്ട് പോയിന്നൊക്കെ വരും. അതൊക്കെ വരും. പക്ഷെ എന്നാലും അവരുടെ മനസ്സിൽ ആ സ്നേഹം ഉണ്ടാവും. അത് നമുക്കും അനുഭവിച്ചറിയാൻ പറ്റും. കാരണം അവരുടെ ഒരു നോട്ടം, എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ ഒരു നോട്ടം ഉണ്ടാവും. ആ നോട്ടത്തിൽ അവരോട് എന്തോ ആവട്ടെ നന്നായിട്ടുണ്ടല്ലോ എന്നൊരു ഭാവം, ആ ഭാവം അവരുടെ മുഖത്ത് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. അപ്പോ അവരെന്റെ അടുത്ത് മിണ്ടിയില്ലെങ്കിലും എന്നോട് അവർക്ക് ഭയങ്കര സ്നേഹമുണ്ട്. അത് അവരുടെ ആ നോട്ടത്തിനും ഭാവത്തിനും മനസ്സിലാവുന്നത് നമുക്ക് അനുഭവപ്പെടും. അവർക്ക് എന്തെങ്കിലും പൊട്ട സംഭവിച്ചാൽ നമുക്ക് ദുഃഖം വരും. അതുപോലെ അവർക്ക് ഒരുപാട് ഉയർച്ചകൾ വന്നാൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സംഭവിക്കും. അതുപോലെ നമുക്ക് എന്താണെന്ന് അവർക്ക് ആ സ്നേഹം ശക്തിയാണ്. ഭയങ്കര പോയിന്റ് ബി നോട്ട്. ആ ഫീലാണ് ലവ്. ഞാനൊന്നും പോകുന്നില്ല കേട്ടോ, അദ്വൈതത്തിനൊന്നും പഠിക്കാൻ പോകുന്നില്ല. ഞാൻ ഇതുപോലെ പഠിക്കാം. സ്നേഹമാണ് നമ്മുടെ. അല്ലാണ്ട് ഒന്നും മിണ്ടാണ്ടിരുന്നു, ചെറിയ വല്ല കാര്യങ്ങൾക്ക് പിണക്കുണ്ടായി അവര് മിണ്ടാണ്ടിരുന്നു, അതിലൊന്നും ഒരു അർത്ഥമില്ല. കാരണം അത് സ്നേഹം ഇല്ല എന്നൊന്നുമല്ല. അപ്പൊ നമ്മള് അവരുടെ ഒരു നോട്ടം കൊണ്ട് നമ്മുടെ ഒരു നോട്ടം. അപ്പൊ ഞാൻ ചെറിയൊരു ചോദ്യം, ഇതിന്റെ ഇടയ്ക്ക് എനിക്കത് മറന്നുപോകും. അല്ല, ഈ ഐ ലവ് യു എന്നൊരു വാക്കുണ്ടല്ലോ, ഇതൊരാണ് ഒരു പെണ്ണിനോട് മാത്രം പറയേണ്ട ഒരു വാക്കാണോ? ഒരിക്കലും അല്ല. ഐ ലവ് യു എന്ന് പറഞ്ഞാൽ എന്താ? അമ്മയോട് പറയാ, അച്ഛനോട് പറയാ, സഹോദരിയോട് മക്കളോട് പറയാ, മക്കളോട് പറയാ, ഫ്രണ്ട്സിനോട് പറയാ, ഒക്കെ പറയാ. അതിനൊക്കെ ഒരേ അർത്ഥമല്ല. ആണും പെണ്ണോ അങ്ങനെ ഒന്നും അല്ല. അത് മനസ്സിലായോ? അങ്ങനെ ആരോടെങ്കിലും പറഞ്ഞിട്ട് 2 തല്ല് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ചെറിയൊരു കുട്ടി, ഒരു 5 വയസ്സായ കുട്ടി ടീച്ചറോട് പോയിട്ട് ടീച്ചർ ഐ ലവ് യു എന്ന് പറഞ്ഞു എന്ന് വെച്ചോളൂ. ടീച്ചർ കേക്കോ? ടീച്ചർ ചന്തിയിൽ ഒരു നുള്ളി. അത് കഴിഞ്ഞിട്ട് ഒരമ്മേനെ വിളിപ്പിച്ചു. അമ്മേനെ പോലെ തന്നെ വെളുത്ത് ഒരു അമ്മയാണ് കേട്ടോ, സുന്ദരിയായ ഒരു അമ്മയായിരുന്നു. ആ അമ്മേനെ വിളിപ്പിച്ചോ, അമ്മ ടീച്ചറോട് ഐ ലവ് യു എന്ന് പറയാൻ വന്നിട്ട് പൊതിരെ തല്ലിയമ്മ. ആ അമ്മയാണ് എൻ്റെ അമ്മ. അതെന്റെ അമ്മ മറന്നു അല്ലേ? അപ്പൊ അമ്മേനെ എന്ത് ചെയ്യണം? 5 വയസ്സായ കുട്ടിയല്ലേ, അതിനോട് അടുത്തിരി അതിനോട് ഇപ്പൊ ഇതിങ്ങനെ
തല്ലി ഇല്ല, ചന്തിക്ക് തല്ലി. അത് സ്നേഹത്തോടെ ചിരിച്ചിട്ടല്ലേ. അത് എൻ്റെ ആയതുകൊണ്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അത് ചുള്ളന വേദനയും വന്നിട്ടുണ്ട് എനിക്ക്. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലൊരു കാരണവർ പറഞ്ഞു തന്ന ഒരു അങ്കിളുടെ പേരൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. അവർ പറഞ്ഞു നാളെ ടീച്ചറെ കണ്ട ഇങ്ങനെ പറയണം പറഞ്ഞു. അപ്പൊ ഇങ്ങനെ പറയുന്നത് തെറ്റല്ലേ? കേക്കൂ, ഇങ്ങനെ പറയുന്നത് തെറ്റല്ലേ പറഞ്ഞു. ആവൂ, ഇതാണോ തെറ്റ്? അമ്മ പറഞ്ഞ പോലെ തന്നെ ഇതാ ആരോട് വേണമെങ്കിലും പറയാം. അതിന്റെ അർത്ഥം എന്താ പറയാ മോനെ, നിങ്ങളെ ടീച്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നാണ് അർത്ഥം. അപ്പൊ ടീച്ചർ നിന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മയായാലും ചിലപ്പോൾ ഒരു മിഠായി ആയാലും നല്ല കുട്ടി ഗുഡ് ബോയ് എന്നൊക്കെ പറയുന്നു പറഞ്ഞു. ഈ പിള്ള മനസ്സിലെ കള്ളല്ലല്ലോ. ആ കള്ളല്ലാത്ത പിള്ള മനസ്സുകൊണ്ട് ഞാൻ പോയതിന് ആ ടീച്ചർ എന്റെ തൊടയിലിന്റെ കുറച്ച് മുകളിലാണ് എന്തൊരു നുള്ളാണ് നുള്ളിയത്. എന്നിട്ട് നാളെ അമ്മേനെ കൂട്ടിയിട്ട് വരാൻ പറഞ്ഞു. അമ്മയ്ക്ക് ഓർമ്മയില്ല, പക്ഷെ എനിക്ക് നല്ല ഓർമ്മയില്ല കേട്ടോ. ഇങ്ങനെ പറഞ്ഞ ടീച്ചറോട് അപ്പൊ അന്ന് തെറ്റിന്ന് പറഞ്ഞു. ഇപ്പൊ അമ്മ പറയണോ അങ്ങനെ ആരോട് വേണേലും പറയാന്ന്? അങ്ങനെയല്ല, അന്ന് അമ്മയ്ക്ക് അത്ര ബുദ്ധി ഉണ്ടായിരുന്നു. ടീച്ചർ എന്നോട് കംപ്ലൈന്റ് പറഞ്ഞു, ഇങ്ങനെ എന്തായി കുട്ടി ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. അപ്പൊ അമ്മയ്ക്ക് അപ്പൊ അമ്മേനെ പിടിക്കുന്ന നമുക്ക് ഇനിയുണ്ട് പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു നിർത്തിയത് അവിടെ അതന്നെ വന്നുപോയി. ടീച്ചർ നുള്ളിയത് അല്ല എവിടെ സ്നേഹം. അപ്പൊ അവര് നമ്മളെ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ നമ്മുടെ ഒരു നോക്കുമ്പോൾ അവരുടെ നോട്ടത്തിലുള്ള ആ ഭാവത്തിൽ നമുക്ക് മനസ്സിലാവും അവർക്ക് നമ്മളോട് ഇപ്പോഴും സ്നേഹമുണ്ട്. അവര് പിണങ്ങി നടന്നാൽ പോലും അവരുടെ മനസ്സിന്റെ ഉള്ളിൽ ഞാനുണ്ട് എന്ന് തോന്നും. അതുപോലെ നമ്മളെ കാണുമ്പോഴും അവർക്കും തോന്നും. കാരണം നമ്മുടെ നോട്ടത്തിൽ ആ സ്നേഹത്തിന്റെ ഭാവം ഉണ്ടാവും. മിണ്ടിയില്ലെങ്കിലും അകന്നിരുന്നാലും ഉള്ളിന്റെ ഉള്ളിൽ തുടുപ്പുണ്ട്. ആ തുടുപ്പിന്റെ പേരാണ് സ്നേഹം. ദൂരെ ഉണ്ടെങ്കിലും സ്നേഹം കൂടി കൂടി വരും പറയില്ലേ, അതുപോലെ ഒരവസ്ഥ. മനസ്സിലായോ? അങ്ങനെയാണ്. പിന്നെ ചിലരുണ്ട് എങ്ങനെയല്ലോ, നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കും. അപ്പൊ ഇപ്പൊ നിങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ മക്കളെയാണ് പറയുന്നത്. അവര് ആത്മാർത്ഥമായി ഒരാളെ സ്നേഹിക്കും. മനസ്സിന്റെ ഉള്ളിൽ നിന്നായിരിക്കും അവർ സ്നേഹിക്കുക. പക്ഷെ എതിർവശത്ത് അവർ സ്നേഹിക്കുന്ന ആൾക്കാർ അങ്ങനെ അത്രത്തോളം അങ്ങനെ ആഴത്തോടെ ഒന്നല്ല, വെറുതെ ഒരു കാട്ടിക്കുട്ടൽ എന്നുള്ള രീതിയിൽ അവർ സ്നേഹിക്കും. ചെറിയൊരു കാരണം കിട്ടുമ്പോൾ അവരങ്ങോട്ട് ഒഴിഞ്ഞു പോകും. അപ്പൊ ഇവര് വിഷമിക്കും. മറ്റേ ആൾ ആത്മാർത്ഥമായി സ്നേഹിച്ച ആൾക്ക് എന്ത് തോന്നും? അയ്യോ, ഞാൻ ഇത്രയും ആത്മാർത്ഥമായി സ്നേഹിച്ചല്ലോ, ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് തോന്നി അവർ ദുഃഖിക്കും. അതിന്റെ ആവശ്യം വല്ലതുണ്ടോ? ഇവർ ആത്മാർത്ഥമായി സ്നേഹിച്ചു എന്നുള്ള ഒരു ഉറപ്പ് ഇവർക്കുള്ളപ്പോ ഇവരുടെ സ്നേഹം അനുഭവിക്കാൻ ആ ആൾക്ക് അർഹതയില്ല എന്നല്ല ഉള്ളൂ. അവരാണ് ദുഃഖിക്കേണ്ടത്, ഇവരല്ല ദുഃഖിക്കേണ്ടത്. ശരിക്കും പറഞ്ഞ യഥാർത്ഥ നഷ്ടം സംഭവിച്ചത് അവർക്കാണ്. നഷ്ടപ്പെട്ടത് ആർക്കാണ്? അതാണ് അവിടെ ചോദ്യം അല്ലേ? നഷ്ടപ്പെട്ടത് ആർക്കാണെന്ന് പറഞ്ഞാൽ നമ്മൾ ആത്മാർത്ഥമായി ആര് നമ്മളെ സ്നേഹിച്ചോ. ഇപ്പൊ വേറൊരാൾ നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിച്ചു, ഞാൻ ആ സ്നേഹം കണ്ടില്ല, അയ്യോ എന്ന് പറഞ്ഞ രീതിയിൽ തിരസ്കരിച്ചു. അതായത് എന്റെ മനസ്സിൽ അവരുടെ അത്രയും സ്നേഹം ഇല്ലാന്ന് വിചാരിച്ചോ. അപ്പൊ ഞാൻ അവരെ തിരസ്കരിച്ചു. അപ്പൊ അവരാണോ നഷ്ടപ്പെടുത്തിയത്? എനിക്കാണോ നഷ്ടം? അവർക്കാണോ നഷ്ടം? അമ്മയ്ക്ക് തന്നെ നഷ്ടം. കാരണം അത്രയും നല്ലൊരാളുടെ സ്നേഹം എനിക്ക് അനുഭവിക്കാൻ യോഗമില്ല. അത് മാത്രമല്ല, ഈ ലോകത്ത് എന്ത് വേണമെങ്കിലും നമുക്ക് കിട്ടും. പക്ഷെ ആത്മാർത്ഥമായ സ്നേഹം കാശ് കൊടുത്താലൊന്നും കിട്ടുന്ന ഒരു സാധനമല്ല. അത് നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, നഷ്ടപ്പെടുത്തിയ വ്യക്തി സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും അത് കൊടുത്ത താങ്കൾ എന്തിനു ദുഃഖിക്കണം എന്നാണ്. അതൊരു വലിയൊരു തത്വത്തിന്റെ വാക്കാണ്. കാരണം എന്തറിയോ, നിന്റെ സ്നേഹം ആത്മാർത്ഥമാണ്, നീ അതൊരാൾക്ക് നൽകി. അപ്പൊ അയാളത് തിരസ്കരിച്ച് പോയൊരു വ്യക്തി സന്തോഷമായിട്ട് തന്റെ ജീവിതം ജീവിച്ച് അടിച്ചു പൊളിക്കുന്നുണ്ടെങ്കിൽ കൊടുത്ത നീ എന്തിനു ദുഃഖിക്കണം? അല്ലേ? നൽകിയ നീയാണോ ദുഃഖിക്കേണ്ടത്? അത് നഷ്ടപ്പെടുത്തിയ ആൾ ഇന്നല്ലെങ്കിൽ നാളെ അതോർത്ത് ദുഃഖിക്കേണ്ട ഒരു ദിവസം വരും. കാരണം ഈ ലോകത്ത് ഒരിക്കലും എവിടെയും എത്ര പ്രയത്നിച്ചാൽ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സംഭവത്തിൻ്റെ പേരാണ് ആത്മാർത്ഥത. അല്ലേ? അതിലും ആത്മാർത്ഥം നിറഞ്ഞ മനസ്സുകൊണ്ട് സ്നേഹിക്കുന്ന ആൾക്കാരെ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അത് മഹത്തായ ഭാഗ്യമാണെന്നേ പറയാൻ പറ്റൂ. അപ്പോൾ സ്നേഹത്തിനെക്കാളും വലുതായിട്ട് ഈ ഭൂമിയിലൊന്നുമില്ല. പക്ഷെ അത് രണ്ടുപേരും ഒരേ രീതിയിൽ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ച് മനസ്സിൻ്റെ ഉള്ളിൽ തട്ടി. ഇപ്പൊ ഒരാള് അവനെ പോലെ മറ്റുള്ള ആരും സ്നേഹിക്കില്ല, താൻ തന്നെയാണ് ഒരുപാട്. ഇപ്പൊ അമ്മേനെ ഒരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒന്ന് മനസ്സിലൊന്ന് ആലോചിക്കും. ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇപ്പൊ അമ്മ വേറൊരാൾ, രണ്ടുപേരും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ പിണങ്ങിയൊക്കെ ഇരിക്കുകയാണ് കേട്ടോ, മിണ്ടിയിട്ടേ ഇല്ല. എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ അവരെന്തായെന്ന് നിങ്ങളറിയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളെന്തായെന്ന് അവരറിയാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഉള്ളിനുള്ളിൽ രണ്ടുപേർക്ക് അവരുടെ നന്മ കണ്ട് നിങ്ങൾ സന്തോഷിക്കണം, നിങ്ങളുടെ നന്മ കണ്ട് അവർ സന്തോഷിക്കണം. അങ്ങനെ ഇരിക്കുന്നൊരു സ്നേഹം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നേരെ നിങ്ങളുടെ മുമ്പിൽ അങ്ങോട്ട് വന്ന് നിൽക്കുന്നു. ആ നിൽക്കുന്ന ഒരു നിമിഷം ഉണ്ടല്ലോ, ആ നിമിഷം നമ്മുടെ കണ്ണുകൾ നിറയും. പക്ഷെ നമ്മുടെ കണ്ണുകൾ നിറഞ്ഞിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു ചിരിയോടെ കൂടിയുള്ളൊരു കണ്ണീരില്ലേ,
അതാണ് അത്ര അതാ ആനന്ദ കണ്ണീരെന്നൊക്കെ അതിന് പറയും. പക്ഷേ നമ്മുടെ സന്തോഷം അടക്കാൻ പറ്റാത്ത ഒരു കണ്ണീര് വരില്ലേ, ആ കണ്ണീരിനെക്കാട്ടിലും വലിയ സൗഭാഗ്യമില്ല എന്നാ പറയാം. അങ്ങനെ ഒരു സിറ്റുവേഷനാണ് മനുഷ്യന് വേണ്ടത്. കാരണം നമ്മുടെ ഒരാളിനെ കണ്ടുമുട്ടുമ്പോൾ അയ്യോ ഈ മനുഷ്യനെ ഞാൻ കാണാൻ കൊതിക്കുകയായിരുന്നു, ഒന്ന് മിണ്ടാൻ കൊതിക്കുകയായിരുന്നു, ആ ഒരു സന്ദർഭം ഒത്തുവരുന്ന ഒരു സമയമുണ്ടല്ലോ, രണ്ട് ഹൃദയങ്ങൾ ഒരുപോലെ ഉള്ളപ്പോൾ. അതാണമ്മ ലോകത്തെ ഏറ്റവും വലിയ അമൂല്യമായ സന്ദർഭം അല്ലേ. ആ സന്ദർഭത്തിനൊരു ആ ഒരു മൂമെൻറ്റിനെ എന്തെന്നാണ് വിളിക്കുക എന്നൊരു പിടിയില്ല. കാരണം അതാണ് സ്നേഹം. ഏറ്റവും പവിത്രമായ ഒരു അപ്പോൾ ഞാൻ ചിലരൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കവിളിലൊക്കെ തൊട്ടിട്ട്. എൻ്റെ അനുഭവത്തിലുണ്ട്, അമ്മയ്ക്കും അറിയാവുന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കവിളിലൊക്കെ തൊട്ടിട്ട് ഒന്നും മിണ്ടാണ്ട് വായിന്ന് ശബ്ദം പുറത്തു വരാതെ അവർ കെട്ടിപ്പിടിക്കുക, ഇങ്ങനെ 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 തൊട്ട് ആ കണ്ണിന്ന് കണ്ണീര് ഒഴുകി. പിന്നീട് ആ ഒരു സ്നേഹത്തിൻ്റെ 10 മടങ്ങാണ് പിന്നെ കിട്ടാൻ പോണത് അല്ലേ. അതാണ് നമ്മുടെ ഉള്ളിൽ സ്നേഹം ഉണ്ടെങ്കിൽ ആ സ്നേഹം എങ്ങനെ അറിയോ, നമ്മൾ തന്നെ സൂക്ഷിച്ചു വെക്കുന്ന ഒരു നിധി പോലെയാണ്. അതൊരിക്കലും നമുക്ക് ദോഷം ചെയ്യില്ല. പക്ഷെ അത് പരസ്പരം രണ്ടുപേർക്കും വേണോ അതേ ഒരേപോലത്തെ? തീർച്ചയായിട്ടും. അതല്ല ഞാൻ അർത്ഥമില്ല. കപട സ്നേഹം ഒരാള് ആത്മാർത്ഥ സ്നേഹം ഉണ്ടെങ്കിൽ ഒരിക്കലും അത് അവിടെ ഉണ്ടാകും. കപട സ്നേഹം ഉള്ളവർ താൽക്കാലികം നമ്മളെ പറ്റിച്ചിട്ട് പോവുകയൊക്കെ ചെയ്യാം. പക്ഷെ ഒന്നുണ്ട്, പോയി കഴിഞ്ഞതിന് ശേഷം എല്ലാ സ്ഥലങ്ങളും സഞ്ചരിച്ച് വരില്ലേ. ഈ സ്ഥലങ്ങൾ എന്ന് പറഞ്ഞ ഹൃദയങ്ങൾ അവസാനം അവരുടെ കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെട്ട ഒരു ദിവസം വരുമല്ലോ. അന്ന് യഥാർത്ഥ സ്നേഹത്തിന് വേണ്ടി അവർ കുതിക്കും, പക്ഷെ അമ്മ അവർക്ക് കിട്ടില്ല. അതാണ് നഷ്ടപ്പെടുത്താൻ എളുപ്പമാണ് അമ്മ ലോകത്ത്, നേടിയെടുക്കാനാണ് ബുദ്ധിമുട്ട്. അതുപോലെ ഇനിയൊരു കാര്യം എന്താ പറയുക, ഇപ്പം അമ്മയ്ക്ക് ഞാനല്ല പറഞ്ഞത്, എന്നാലും ഞാൻ പറയാണ് കേട്ടോ. ഇപ്പം അമ്മ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കൂ അമ്മ. അല്ല, വെറുതെ ഒന്ന് വിചാരിക്കൂ, എല്ലാം നഷ്ടപ്പെട്ടു വെറുതെ വിചാരിക്കാനും കൂടി പേടിയാണ്. എന്താ മനുഷ്യൻ്റെ ഒക്കെ ഒരു ആഗ്രഹം. അപ്പോൾ ചുമ്മാ ഒന്ന് വിചാരിക്കുക, എല്ലാം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ലോകത്തെ ഏറ്റവും വലുത് സ്നേഹം തന്നെയാണ്. സ്നേഹം, വാത്സല്യം, ഇതൊക്കെ നമുക്ക് ഒറ്റ നിമിഷം കൊണ്ട് അങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ അങ്ങനെ കരുതുക. ആ കരുതിയ ആ ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം അറിയോ, ഉറങ്ങാൻ പോണ സമയത്ത് കണ്ണടച്ച് ഉറങ്ങാൻ പോകുമ്പോൾ ഒരു കാര്യം നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇന്ന് വരെ എനിക്ക് എന്തുണ്ടായിരുന്നോ, എൻ്റെ വിശ്വാസങ്ങൾ, ഞാൻ വന്ന വഴികൾ, അത് പൂർണ്ണമായും എനിക്ക് നഷ്ടമായി. ഇന്ന് ഞാൻ ഉറങ്ങാൻ പോവുകയാണ്. നാളെ ഞാൻ ഉണരുമ്പോൾ ഒരു പുതിയ വ്യക്തിയായിരിക്കും, നേടാനുള്ള വ്യക്തി. കാരണം ഇതുവരെ ഞാൻ എന്താണ് നേടിയെന്നൊക്കെ പറഞ്ഞൊരു വട്ടപൂജയായിപ്പോയി. എൻ്റെ ജീവിതം തന്നെ ഒരു പൂജയായിപ്പോയെന്ന് എനിക്ക് ബോധ്യമായി. കാരണം തോൽവി എൻ്റെയാണ്, ഞാനാണ് തോറ്റത്. അത് കാരണം കൊണ്ട് എൻ്റെ തോൽവിയെ ഞാൻ അംഗീകരിക്കുന്ന ഭഗവാനെ എന്ന് പറയണം. എന്നിട്ടൊരു പുലർച്ചെ വരുമല്ലോ, ആ പുലർച്ചയുടെ സുവർണ്ണ നിമിഷം ഉണ്ടല്ലോ, അന്ന് ചിന്തിക്കണം ഇനി ഞാൻ ഒന്നിൽ നിന്ന് തുടങ്ങണമെന്ന്. ആ ഒരു തോറ്റിട്ട് ജയിക്കുന്ന ഒരു ജയം ഉണ്ടല്ലോ, അതന്നെയാണ് അമ്മ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിജയം. മനസ്സിലായില്ലേ? പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അദ്വൈതം, സന്യാസം എന്നൊക്കെ പറഞ്ഞാൽ അമ്മ അങ്ങനെ സന്തോഷിക്കണ്ട. അമ്മേനൊന്ന് വിട്ടിട്ടിപ്പോൾ പെട്ടെന്ന് ഞാൻ എവിടേക്കും പോകാനുള്ള പരിപാടിയില്ല കേട്ടോ. ഇനിയിപ്പോൾ അമ്മ എന്നെ പോകാൻ പറഞ്ഞാൽ അച്ഛൻ സമ്മതിക്കില്ല കേട്ടോ. അല്ല പിന്നെ ഞാൻ പറയാം, നമ്മുടെ പിന്നെയും പറയോ, അചഞ്ചലമായ ഒരു വിശ്വാസം ഒരാളിൽ അർപ്പിച്ചു, അതിൽ നിന്ന് നമുക്ക് ആ വിശ്വാസം കുറഞ്ഞു ഇല്ലാണ്ടായി എന്ന് വെച്ചോ, ആ സമയത്ത് നമുക്കൊരു കോൺഫിഡൻസ് തന്നെ വരും. കാരണം ഇത് ഇങ്ങനെയാണല്ലേ, അപ്പം ഞാൻ ഇത്രയും കാലം ആ വിശ്വാസത്തിരുന്നതൊന്നും എനിക്കുള്ളതായിരുന്നില്ല, ഞാൻ പൊള്ളയായ ഒരു വിശ്വാസത്തിൽ വിശ്വസിച്ചു പോയി എന്നുള്ളൊരു തോന്നൽ ഏത് മനുഷ്യനുണ്ടായാലും അവിടെ നമുക്കൊരു കോൺഫിഡൻസ് വന്നേ വരും. നമ്മളെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, ഇതുവരെ ജീവിച്ചതല്ല ജീവിതം, ഇന്ന് ഞാൻ തോറ്റു, ഇനി ഞാൻ ഒന്നിൽ നിന്ന് തുടങ്ങും എന്നൊരു ചിന്ത വേണം. അതിന് പ്രായം ഒരു പരിധിയേ അല്ല, ആണോ? പ്രായം ഒരു പരിധിയല്ല. എത്ര കാലം നമ്മൾ ജീവിക്കണോ അത്ര കാലം നമ്മൾ കോൺഫിഡൻസോടെ തന്നെ ജീവിക്കണം. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആ നിമിഷം വരെ സമയമുണ്ട്. ഈ പച്ചമുളക് കേട്ടോ, എരിവില്ലാത്ത പച്ചമുളകാണ്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. പിന്നെ മുളക് പൊടിയൊക്കെ ഇതിന് കുറച്ചായിട്ടുള്ളൂ, എല്ലാം കുറച്ചാണ്. അപ്പോൾ ഇതിൻ്റെ പരിപാടി ഗരം മസാല, അതായത് കുരുമുളക് പൊടി, മറ്റേ പട്ട, ഗ്രാമ്പ് എല്ലാം പൊടിച്ചത്. കുട്ടിക്ക് മാത്രം ഉണ്ടാക്കിയതാണോ? ആ, കുട്ടിക്ക് മാത്രം, അച്ഛന് വേണ്ടത്. മീൻ 2 വറുത്ത് കൊടുത്താൽ മതി. അപ്പൊ പിന്നെ കുട്ടിക്ക് മതിയല്ലോ ഇത്. കുട്ടിക്ക് ഇതിനെക്കാളും കൂടുതൽ വേണോ? വേണ്ട. അപ്പൊ ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചിട്ട് വേണ്ട, ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചാൽ ഇതിന്റെ പണി കഴിഞ്ഞു. പിന്നെ അവസാനത്തിൽ നാരങ്ങ നീര് വീഴുള്ളൂ, വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ ഭൂമിയിലെ എവർഗ്രീൻ അനശ്വരമായ ഒരേ ഒരു സംഭവമുള്ളൂ, സ്നേഹമാണ്. നമ്മളുള്ളപ്പോഴും നമ്മളതിനു വേണ്ടി കൊതിക്കുന്നു, നമ്മൾ പോയതിന് ശേഷം നമ്മുടെ സ്നേഹത്തെപ്പറ്റി ഈ ലോകത്ത് ആരെങ്കിലൊക്കെ ഓർക്കുന്നു.
ഇതൊരു വല്ലാത്തൊരു സംഭവമാണല്ലമ്മ. ഈ സ്നേഹമൊക്കെ വിട്ടിട്ട് ലോകത്ത് എവിടെ എന്ത് നേടാനാണ് നമ്മൾ? ഈ സ്നേഹം മാത്രമാണ് ഭൂമിയിൽ നേടാനുള്ളൂ. ഈ സ്നേഹത്തിനെക്കാളിലും വലിയൊരു നേട്ടം തന്നെ ഈ ലോകത്തില്ല, അല്ലേ? സത്യത്തിൽ നമ്മുടെ ഒരാളെ മനസ്സോട് സ്നേഹിച്ച ആ സ്നേഹം നമ്മുടെ മരണം വരെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. അവര് നമ്മളെ വിട്ടുപോയാലും നമ്മൾ അവരെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കണം. പിണക്കങ്ങളാവാം, മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയല്ല. നമ്മുടെ മനസ്സാക്ഷി, നമ്മൾ ഒരു നാൾ അവരെ സ്നേഹിച്ചിട്ട് ആ സ്നേഹം നമ്മുടെ മനസ്സിൽ എന്നും ഉണ്ടാവണം. എത്ര ആൾക്കാർ ഏത് ബന്ധത്തിലായാലും ഏത് ഫ്രണ്ട്ഷിപ്പിലായാലും ആ സ്നേഹം നമ്മൾ സൂക്ഷിക്കണം. അവർക്ക് നമ്മൾ കൊടുത്ത സ്നേഹം ഉണ്ടല്ലോ, അത് നമുക്ക് നമ്മുടെ മനസാക്ഷിയെ നമുക്ക് ബോധിപ്പിക്കണം. അല്ലെങ്കിൽ നമ്മളും അവരെ പോലെ ആവില്ലേ? നമ്മൾ തോന്നില്ല അവരത്രത്തോളം നമ്മളെ സ്നേഹിച്ചിട്ട് ഞാനും ഈ കപട സ്നേഹമാണല്ലോ അവരോട് കാണിച്ചെന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നിൽ തന്നെ നമ്മൾ ചെറുതായി പോകും. അതിനേക്കാളും നല്ലത് നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിച്ചോ ആ സ്നേഹം അതിൽ ഇനിയിപ്പോൾ അവർ മിണ്ടിയാലും മിണ്ടിയില്ലെങ്കിലും അവരായിട്ട് നമുക്ക് എന്താ പറയുക ഒരുമിച്ച് മുന്നോട്ട് സഞ്ചരിക്കാൻ പറ്റിയില്ലെങ്കിലും ആ സ്നേഹം നമ്മുടെ കൂടെ കൊണ്ടു നടക്കണം. കാരണം ആ സ്നേഹത്തിന് ഒരു കുറവും വരാതെ സംഭവിക്കാതെ നമ്മുടെ മനസ്സിൽ അത് സൂക്ഷിക്കണം. പിന്നെ അതിലൊരു പ്രത്യേകത കൂടി ഉണ്ട്. ഈ ഹൃദയം എന്ന് പറയണത് ആർക്ക് വേണേലും കയറി വന്ന് പോകാനുള്ള ലോഡ്ജിലെ മുറിയല്ല, അത് നമ്മുടെ മനസ്സാണ്. അവിടെ അങ്ങനെ എല്ലാവർക്കും അവിടെ അങ്ങനെ എല്ലാവർക്കും സ്ഥാനം കൊടുക്കാൻ പറ്റില്ല. സ്ഥാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ മറന്നാലും നമ്മൾ അവരെ മറക്കരുത്. മിണ്ടാതിരിക്കുക, വഴക്കുകൂടാം, അതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. നമുക്ക് പിണങ്ങാം, എല്ലാം ചെയ്യാം, പക്ഷെ ഒരിക്കലും അവർ നശിക്കട്ടെ ആഗ്രഹിക്കരുത്. അവൻ്റെ നാശത്തിന് വേണ്ടി നമ്മൾ ഒരു പ്രയത്നം ചെയ്യരുത്. ഉന്നതി കണ്ട് സന്തോഷിക്കുക, അവൻ്റെ ഉള്ളിനുള്ളിൽ നമ്മൾ സ്നേഹിക്കാം. നമ്മളെ സ്നേഹിക്കണം എന്നൊരു നിർബന്ധമില്ല. അതന്നെയാണ് ജീവിതം. യഥാർത്ഥമായിട്ട് നൽകുക എന്നുള്ളത് മാത്രം തന്നെയാണ് ജീവിതം എന്ന് വെച്ചാൽ സ്നേഹം നൽകുക. അതിലാണ് നമുക്ക് അതേപടി നമുക്ക് തിരിച്ചു കിട്ടുന്ന ഒരുപാട് പ്രതീക്ഷയൊന്നും വെക്കാണ്ടിരിക്കുക. നമ്മൾ എത്രത്തോളം സ്നേഹിക്കാൻ പറ്റും അത്രത്തോളം സ്നേഹിക്കുക. അത് നിങ്ങളുടെ ഒരു പാട്ട് എഴുതി, ആ പാട്ട് എഴുതി നിങ്ങളുടെ കയ്യിലുള്ള കാലം വരെ മാത്രമാണ് നിങ്ങളുടെ സ്വന്തം. അത് കഴിഞ്ഞ് ഈ ലോകം മുഴുവൻ ആ പാട്ട് നല്ലതാണെങ്കിൽ പാടി നടക്കും. പറയും പോലെ നമ്മൾ നൽകിയ സ്നേഹം ഇന്നല്ലെങ്കിൽ നാളെ 4 പേരത് അറിഞ്ഞ് പറയണം ഇതായിരുന്നു സ്നേഹം. അല്ലാതെ നമ്മളത് പൂട്ടി വെച്ച് അതിനുള്ളിൽ കുറേ ഈഗോ ഒക്കെ മിക്സ് ചെയ്തിട്ട് ചിത്രെണ്ണ, മുസറെണ്ണ, ബിരിയാണി എന്ന് പറയും പോലെ പല വസ്തുക്കളും ഉണ്ടാക്കിയിട്ട് മിക്സഡ് ആക്കി വെച്ചിട്ട് ഒരു കാര്യമില്ല. അത് എങ്ങനെയുണ്ട് അങ്ങനെ തന്നെ പരിശുദ്ധമായിട്ട് ഹൃദയത്തിൻ്റെ ഒരു പരിശുദ്ധിയോടുകൂടി എന്നും തിളങ്ങട്ടെ സ്നേഹം, അല്ലേ? സൂര്യചന്ദ്രന്മാരെ പോലെ സ്നേഹത്തിനെക്കാളിലും വലിയൊരു ഒരു സന്തോഷം ലോകത്തില്ലാവുന്നുണ്ട്. ഇത് പറയുമ്പോൾ എന്താ നമ്മുടെ മുഖം വേർപ്പൊരു കൂടി തിളങ്ങണത്? സ്നേഹം കണ്ടില്ലേ? ഈ അമ്മയ്ക്കും കൂടി സ്നേഹത്തിനെ പറ്റി പറയുമ്പോൾ എത്രയൊരു ഉത്സാഹമാണ്. അതെ, അമ്മയ്ക്കും കൂടി എന്ന് പറയുമ്പോൾ ഞാൻ നമ്മുടെ ഈ കുടുംബത്തില് അങ്ങനെ പറയും. പേര് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വിഷമാവും. അപ്പൊ ഏതാണ്ട് പേരൊക്കെ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹമൊക്കെ കിട്ടാൻ ഞാനൊരു ഭാഗ്യം ചെയ്തില്ലേ? എനിക്കില്ല അത് മതി. കുറച്ച് പേരാണെങ്കിലും അത് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരാണ്. മനസ്സിലായോ? ചേച്ചിക്കുട്ടി, അനിയത്തിക്കുട്ടി, അമ്മൂസ്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പൊ ആ സ്നേഹം എനിക്ക് കിട്ടിയില്ലേ? അത് ഏതോ ജന്മത്തെ എന്റെ പുണ്യം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതൊക്കെ ആത്മാർത്ഥമാണ്. എന്താണെന്ന് ഞാൻ അവർക്ക് ഒന്നും കൊടുക്കണില്ല. ഉണ്ടോ? എന്നെ കണ്ടിട്ട് വീഡിയോയിൽ കണ്ടിട്ട് എന്നെ അത്രമാത്രം സ്നേഹിക്കണമെങ്കിൽ അവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന സ്നേഹം ഉറപ്പായിട്ടും. അപ്പൊ സ്നേഹത്തോടെ, സ്നേഹം കൊണ്ട് സ്നേഹം പങ്കിട്ട് സ്നേഹമായി ജീവിക്കാൻ സ്നേഹത്തോടെ എല്ലാവർക്കും കഴിയട്ടെ, അല്ലേ? അപ്പൊ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇവന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ ഉണ്ടാക്കി. നിങ്ങൾ ആരെങ്കിലൊക്കെ വന്നാൽ ഞാൻ ഇവന് കൊടുക്കണം, നിങ്ങൾക്ക് തരാട്ടോ. ഉണ്ടല്ലോ എല്ലാവർക്കും കൊടുക്കാൻ. ഇത് 2-3 ആൾക്കൊക്കെ കഴിക്കാനുണ്ട്. അപ്പൊ നിനക്ക് ഞാൻ തരില്ല, അവർക്ക് കൊടുക്കും. എനിക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നിയില്ലല്ലോ. ഇരിക്കട്ടെ, നോക്കട്ടെ. അതെന്തപ്പോ മതി, ശരിക്കും ബായ് പറയും. ഭീമസേന എന്റെ ദൈവം എന്തൊക്കെ പറയുമോ. വേണമെന്ന് നിർബന്ധമുള്ളൂ, അല്ലാണ്ട് കൊറേ വേണമെന്നൊന്നുമില്ല. എല്ലാം സ്പെഷ്യൽ വേണം. അത് ഏറ്റവും കൂടുതൽ ഇഷ്ടം ചിക്കനാണ്. അതൊരു കഷ്ണം കിട്ടിയാലും മതി. അത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ബൈ.